മാനന്തവാടിയിലെ ആളക്കൊല്ലി കാട്ടാന വേലൂർ മക്കിനെ പിടികൂടാനുള്ള ദൗത്യം ഇന്ന് 3-ാം ദിവസമാണ്. ആന മണ്ണുണ്ടി പ്രദേശത്ത് തന്നെ തുടരുന്നുവെന്നാണ് റേഡിയോ സിഗ്നൽ തെളിയിക്കുന്നത്. മൂടൽമഞ്ഞ് മാറിയാൽ RRT സംഘം കാടിലേക്ക് കയറും. വയനാട്ടിൽ കർഷക സംഘടനകൾ ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. സുർജിത് അയ്യപ്പത്ത് തത്സമയം ഈ ദൗത്യസേനയുള്ള സ്ഥലത്തിൻ്റെ അടുത്ത് നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ്. വയനാട്ടിലെ തണുപ്പ് അതിഭീകരമാണോ സുർജിത്? എപ്പോഴാണ് ദൗത്യസേന അവരുടെ ആക്ഷൻ ആരംഭിക്കുക? SKN ഈ മേഖലയിൽ തണുപ്പുണ്ട്, ഒപ്പം തന്നെ മൂടൽമഞ്ഞുമുണ്ട് എന്നുള്ളതാണ്. അതും ഒരു വെല്ലുവിളിയാണ് ഈ ദൗത്യത്തെ സംബന്ധിച്ച്. ഇന്ന് രാവിലെ തന്നെ ട്രാക്കിംഗ് ടീം ഇറങ്ങി. 5:30 തന്നെ ട്രാക്കിംഗ് ടീം ഇറങ്ങിയിട്ടുണ്ട്. 5:30 മണിക്ക് ഇരുമ്പുപാലം എന്ന് പറയുന്ന പ്രദേശമുണ്ട്, ഉൾവനമാണ്. ആ ഉൾവനത്തിൽ ഈ ആനയുടെ സിഗ്നൽ, റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി അല്പസമയത്തിനകം തന്നെ RRT സംഘം കൂടി ഇറങ്ങുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ 65ഓളം പേരടങ്ങുന്ന ദൗത്യ സംഘം വനമേഖല കേന്ദ്രീകരിച്ച് ഈ ആനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഇത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ജാഗ്രതയും ഈ ദൗത്യ സംഘം പുലർത്തുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയൊരു അനിഷ്ട സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലർത്തുന്നത്. 200ഓളം RRT ടീമാണ് ഇന്നും തെരച്ചിലിന് നേതൃത്വം നൽകുക. 4 കുങ്കിയാനകളെയും ഉപയോഗിക്കും. ഇന്നലത്തെ പോലെ തന്നെ, അതുപോലെ തന്നെയുള്ള ഒരു ആക്ഷൻ പ്ലാൻ തന്നെയാണ് വനംവകുപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്നലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായത് ഈ വനമേഖലയിൽ ഉള്ള കാടുകളാണ്. അതായത് 3 ആൾ പൊക്കത്തിൽ വളർന്ന പൊന്തക്കാടുകൾ, അത് മുള്ളു നിറഞ്ഞ കാടുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ആന പലപ്പോഴും ആന മുന്നിൽ വരുന്ന ഘട്ടത്തിലെല്ലാം തന്നെ അത് മാറി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഇതിനെ ഒരു തവണ ഇന്നലെ മയക്കുവെടി ഉതിർത്തതാണ്. പക്ഷേ അത് അതിൻ്റെ അവിടുത്തെ ഈ കാട്ടിൽ തട്ടി, അതായത് ഈ മുൾക്കാട്ടിൽ തട്ടി അത് തെറിച്ച് പോവുകയാണ് ഉണ്ടായത്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭീതി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മണ്ണുണ്ടി എന്ന് പറയുന്ന പ്രദേശം ഒരു ആദിവാസി കോളനിയാണ്. ഈ ആദിവാസി കോളനിയുടെ ഏതാണ്ട് 5 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ആനയുടെ സാന്നിധ്യമുള്ളത്. ഇതിനെ ഡാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഈ ആളുകൾക്ക്, അതായത് ദൗത്യസംഘത്തിന് നേരെ തിരിയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 20 മിനിറ്റോളം ഇത് ഓടാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും അത് ഈ മണ്ണുണ്ടി കോളനിയിലെ ജനജീവിതത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അക്രമകാരിയായ മോഴയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നേരത്തെ തണ്ണീർക്കോമ്പിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് വെടിവെച്ച വഴിക്ക് അവിടെ തന്നെ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇതിൻ്റെ കാര്യം അങ്ങനെയല്ല. അക്രമകാരിയായ ആനയാണ്. സ്വാഭാവികമായും ഇവരെ ആക്രമിക്കാൻ, അതായത് ദൗത്യസംഘത്തെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രീതിയാണ് അവലംബിക്കുന്നത്. അതിനാണ് കുങ്കിയാനകളെ ഉപയോഗിക്കുന്നത്. കുങ്കിയാനകളുടെ പുറത്ത് കയറിക്കൊണ്ട് അതിനെ മയക്കുവെടി വെക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും അത്തരം ശ്രമങ്ങൾ ഉണ്ടായതാണ്. പക്ഷേ കുങ്കിയാനകളുടെ മണം കിട്ടുമ്പോഴേക്കും ഇത് അകന്നകന്ന് പോകുന്ന സ്ഥിതിയാണ് ഉള്ളത്. പക്ഷേ ഈ 5 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ മണ്ണുണ്ടി, ഈ കാട്ടിക്കുളം ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തിൻ്റെ 5 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ വനമേഖലയിലായി ഈ ആന ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. ദൗത്യം ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആനയെ ഇന്ന് മയക്കുവെടി വെക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രതിബന്ധമായിട്ടുള്ളത് ഈ അടിക്കാട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് വിവിധ കർഷക സംഘടനകൾ. ഫാർമേഴ്സ് റിലീഫ് ഫോറമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. യുണൈറ്റഡ് ഫാർമേഴ്സ് ഫോറം ഉൾപ്പെടെയുള്ള മറുനാടൻ കർഷകരുടെ സംഘടനകൾ അടക്കം ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർഷക കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ നിർബന്ധിച്ച് കടകൾ അടപ്പിക്കുകയോ വാഹനങ്ങൾ തടയുകയോ ഒന്നും തന്നെ ചെയ്യുകയില്ല. ഈ വിഷയത്തോട് കൂറു പുലർത്തുന്ന ആളുകൾ, നിലപാട് പ്രഖ്യാപിക്കുന്ന ആളുകൾക്ക് ഇതിൽ പങ്കെടുക്കാം, കടകളടയ്ക്കാം. അങ്ങനത്തെ ഒരു ആഹ്വാനമാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. എന്തായാലും ഈ മേഖലയിൽ ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. പ്രത്യേകിച്ച് ആന കടന്നു പോകാനുള്ള വരാനുള്ള സാധ്യത എല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാനന്തവാടിയിലെ 4 ഡിവിഷനുകളിലും ഒപ്പം തന്നെ തിരുനെല്ലി പഞ്ചായത്തിലുമാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദൗത്യ സംഘം കുങ്കിയാനകളുമായി ഒരു 8:30 ഇറങ്ങാനുള്ള നീക്കമാണ് നടത്തുന്നത്. അപ്പോഴേക്കും മൂടൽമഞ്ഞ് ഒതുങ്ങും. ഇന്ന് ഇത് മയക്കുവെടി വെച്ച് ഈ ആനയെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. SKN. ഓക്കെ, താങ്ക് യു സുർജിത് അയ്യപ്പത്ത്. അവിടെ തന്നെ സുർജിത് അയ്യപ്പത്ത് തുടരും. ഇതിൻ്റെ ദൗത്യത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഉൾപ്പെടെ നമുക്കൊപ്പം നൽകും സുർജിത് അയ്യപ്പത്ത്.